ഇന്നിപ്പോ പെൺകുട്ടികൾക്കൊന്നും കല്യാണം വേണ്ട. ഞാൻ ഇപ്പൊ പഠിച്ചാണ് ഞാൻ പഠിച്ച പഠിപ്പിന്റെ ഉസാർ ഇങ്ങനെ കണ്ടാവും പോലും ഇങ്ങനെ മറിച്ചാൻ പോയതാ. BEdും PG ഒക്കെ ഇപ്പൊ കൊണ്ടുവരും ഒന്നായിട്ട് ഇപ്പൊ ഹോൾസെയിൽ ആയിട്ട് തരും. ഇത് എത്തി പഠിച്ച പോലെ പിന്നെ കാണാൻ ഒരു പുതിയ അപ്പള്ളിയും കൊണ്ട് ഇങ്ങനെയാണ് ഹാദിഹി PG ഇതന്നെ PGയും BEdും ഒക്കെ ഓലെ BEdും PG ഒക്കെ അതന്നെ. പഠിക്കണീനൊന്നും ഇവിടെ ആരും എതിരില്ല. പക്ഷേ വാപ്പയും ഉമ്മയും വിവാഹത്തിന് ഒരുങ്ങുമ്പോൾ നിങ്ങൾ വിവാഹത്തിന് തയ്യാറാവണം. പഠിച്ചോ, അത് വിഷയമല്ല. പഠനം ഇവിടെ വിഷയമല്ല. പഠനം എപ്പോഴും പഠിക്കാം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അൽഹംദുലില്ലാഹ് വിവാഹത്തിന്റെ സമയമാകുമ്പോൾ ബാപ്പൻ്റെ ഉമ്മൻ്റെ പൊരുത്തം വാങ്ങണം. പൊരുത്തായിരിക്കുള്ളത് ഇന്ന് ജോലി ചങ്ങായി ഒരു ചുറ്റി കൊണ്ട് 5 ആളെ കൊന്നത്. ഓന് ചുറ്റിക്കേണ്ട ആവശ്യമുള്ളൂ. ഹംസനഫർ ഖലാസ്. അതുകൊണ്ട് ബാക്ക് കിടക്ക് നോക്കിയിട്ട് ചുറ്റി കയറ്റി വരുന്നുണ്ടോ, വെറുതെ എന്നെ നോക്കി കുതിർക്കണ്ട. ഇടക്ക് എപ്പോഴാ പേര് വരും അറിയാൻ പറ്റൂല. ആ സൈസാണല്ലോ. ഇവർക്ക് മുതലുണ്ടാക്കി വെച്ചിട്ട് നമുക്കെന്ത് കാര്യമാണ്? ഇവർക്ക് മുതലുണ്ടാക്കി വെച്ച് മരിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? എല്ലാം ഇങ്ങളെന്നെ അടിച്ച് പൊളിച്ച് മരിച്ചോളി. മക്കളോട് പറയാം, മാണെങ്കിൽ നയിച്ചോളി. ഇത് ഞാൻ ഇനി ഒരു ബഗ്ദാദിക്ക് എനിക്ക് പോകാണ്ട്, ഈജിപ്തിക്ക് പോകാണ്ട്, അതുപോലെ തന്നെ ഷാദുലി മാമിന്റെ ഹദറത്തേക്ക് പോകാണ്ട്, ഷാഫി മാമിന്റെ ഹദറത്തേക്ക് പോകാണ്ട്. അതിനിപ്പോൾ ഷാഫി മാമിന്റെ ഹദറത്തേക്ക് മുമ്പിൽ 2 സെന്റ് ഞാൻ വെക്കും, ബാക്കിൽ പിന്നെ വെക്കും. എല്ലാം വിറ്റ് ബാക്കിയുള്ള സ്ഥലം കുറച്ചുള്ളതായി ഞാൻ എൻ്റെ പെണ്ണുങ്ങൾക്ക് കൊണ്ട് എഴുതി കൊടുക്കും. കാരണം ഓളെ സ്വർണ്ണം എടുത്ത് കണ്ടാണ് ഞാൻ ഈ പുര കയറ്റിയത്. ഓളേറ്റ് ഞാൻ കട. അതുകൊണ്ട് അപ്പം മക്കൾ മര്യാദയ്ക്ക് പണിക്കോ. അപ്പം പിന്നെ അപ്പൊ ഈ മക്കൾ ഇതിപ്പോ മാപ്പാനെ മുതലുണ്ട്, ഇയാൾ ഫുൾ അടിച്ചു പൊളിച്ച. ഇനി ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ നല്ലോണം ഒരു ഉംറക്കൊക്കെ കൊണ്ട് പോയിക്കോളി. ഉംറക്കൊക്കെ പോയിട്ട് അവിടെ ചെന്നിട്ട് ഒരു ബ്രോസൊക്കെ അൽബേക്ക് അടിച്ചിട്ട് പോരി. അപ്പോഴേ ഉംറ സയ്യാവുള്ളൂ എന്നൊരു റിപ്പോർട്ട് വേറെ ഉണ്ട്. അതെ, ലബ്ബൈക്ക് കഴിഞ്ഞാൽ ഉടനെ അൽബേക്ക് അടിക്കണം. അതെ, ലബ്ബൈക്ക് കഴിഞ്ഞ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, അത് കഴിഞ്ഞാൽ പിന്നെ അൽബൈക്ക് അടിക്കണം എന്നൊരു റിവായത്തിന് ഏത് കിതാബിലാന്ന് ചോദിക്കരുത്. അതൊക്കെ ഞാൻ പറയുന്ന കിതാബേ. കാരണം നിങ്ങളൊക്കെ എൻ്റെ ടീമാന്ന് എനിക്കറിയാം. അതുകൊണ്ടാ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മക്കൾ നമ്മളെ കണ്ടിട്ട് നിൽക്കണ്ട. ഞാൻ ഇനി കുറച്ച് പള്ളി കൊണ്ടുപോകും. ഇന്നാളൊരു മസ്ലഹത്തിന് പോയി. ആ മസ്ലഹത്തിന് ബാപ്പ 2 പെണ്ണിട്ടിയതാ. മക്കൾ ഇങ്ങനെ ബാപ്പനെങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വടിമപരമ നിർത്തവര്. സുബ്ഹാനല്ലാഹ്. ഇയാളാകെ എടങ്ങേറായി. ഇയാൾ എന്നോട് പറയും, പൊന്നാര് തങ്ങപ്പാപ്പ ഞാൻ ഇപ്പൊ കുടുങ്ങിയ സംഗതി. ഒന്നാമത്തിലെ സമാധാനക്കേടുകൊണ്ടാണ് 2ാമത്തെ കിട്ടിയത്. മൊത്തം പ്രശ്നമായിപ്പോ. ഇനി എന്ത് ചെയ്യുന്നു? തങ്ങന്മാരാകുമ്പോൾ എല്ലാത്തിനും ഒരു പരിഹാരം കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും. നിങ്ങൾ 2 കല്യാണം കഴിച്ചതിലുള്ള പ്രശ്നമൊന്നുമല്ല ഓൽക്കുള്ളത്. ഓൽക്കുള്ളത് ഈ 2 കല്യാണം കഴിച്ച് 2 കൂട്ടത്തിലുണ്ടാകുന്ന മക്കൾക്ക് നിങ്ങളെ മുതൽ മുഴുവൻ ഓരൊക്കെ കൊടുത്ത പ്രശ്നം എന്നാണ്. അവിടെ പ്രശ്നം. അല്ലാതെ വാപ്പ 2 പെണ്ണ് കെട്ടിയോ 3 കെട്ടിയോ 4 പെണ്ണ് കെട്ടിയോ അവിടെ അല്ല പ്രശ്നം. പ്രശ്നം കെടുക്കുന്ന ഉള്ള മുതൽ ഇനി എല്ലാവർക്കും കൂടിയൊക്കെ നമുക്കൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇയാള് നീച്ചെന്നിട്ട് പറഞ്ഞ്, പിന്നെ എനിക്ക് ഇങ്ങോട്ട് എല്ലാവരും കാര്യം പറയാണ്ട്. ഞാൻ 2 കെട്ടി, നിങ്ങൾക്ക് എന്താ വേണ്ടി? ഞാൻ ഇൻഷാ അല്ലാഹ്, അയാൾ നല്ല വിഷമുള്ള ആളാ. ഇയാള് പറഞ്ഞ്, ഞാൻ ഇൻഷാ അല്ലാഹ് എൻ്റെ മുതൽ മുഴുവനും പള്ളിക്കും മദ്രസക്കും കൊണ്ട് കൊടുക്കുക. നിങ്ങൾ ഇന്നെ കാക്കണ്ടാർ. അപ്പൊ പ്രമാണ്ട വാപ്പേ, നിങ്ങളെന്താ നിങ്ങൾ നന്നൽക്കുന്നോടെ. അപ്പൊ മുതൽ പള്ളിക്കും മദ്രസക്കും കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞപ്പോ അമ്പലക്ക് പിന്നെ ഒരു പ്രശ്നമല്ല. അപ്പൊ അതാണ് എൻ്റെ കാര്യങ്ങളുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ നമ്മോട് സംഗതി ഒന്നുമില്ലത്. അപ്പൊ നമ്മൾ അൽഹംദുലില്ലാഹ് പെണ്ണുങ്ങളെ മുതലെടുത്തോലൊക്കെ കൊടുക്കണം. പെണ്ണുങ്ങളെ 10 പവനം സ്വർണ്ണം എടുത്തിങ്ങനെ നെളിഞ്ഞു കുത്തിർക്കുന്നുണ്ടല്ലോ. എത്ര കട വന്ന്? സ്വർണത്തിന് വരാം 74 72. അല്ലാഹ്, 7,20,000 റുപ്യ കട. ഒന്ന് കണക്കൂട്ടി വെക്കാണ്. 50 ഒക്കെ എടുത്തോലും ഇങ്ങനെ ഉണ്ട് നെറ്റിമൊക്കെ നോക്കിയിട്ട്. ഇവിടെ നിങ്ങൾ പെരി പോയിട്ട് അടി നടക്കട്ടെ. നാളെ നമുക്ക് മസലത്ത് പറയാം. നാളെ ഇതൊക്കെ കട തന്നെയാണ്. മയമാക്കാന്റെ വീടിലുള്ള പഞ്ചസാരന്റെ കടവും കുഞ്ഞാപ്പൂവിനോട് പൊരുത്തപ്പെടിക്കൽ മാത്രമൊന്നല്ല കടമുള്ളത്. ഇതൊക്കെ കട. ഭാര്യമാരുടെ സ്വർണങ്ങൾ എടുത്തവർ, അത് കടാണ്. അതുകൊണ്ടാണല്ലോ കുലുമാലായ എത്ര സ്വർണം കൊടുന്നീനിയത്. കണ്ണൂരിൽ നിന്നാണെങ്കിൽ ഫ്രിഡ്ജ് കൊണ്ടുവന്ന എല്ലാ കണക്ക് മുഴുവൻ പറയും. പമ്പേഴ്സിന്റെ കണക്ക് വരെ പറയും. വളഞ്ഞ അങ്ങനെയാണ്. പമ്പേഴ്സിന്റെ കണക്ക് വരെ പറയും. എന്തോ ഒരു ഉഷാറിലപ്പ കുത്തിരിക്കണ്. അപ്പൊ എപ്പോഴും ഞമ്മക്കൊരു ബോധമാണ് ഇവലെ കുറിച്ച്. ഇവര് പമ്പേഴ്സിന്റെ കണക്ക് മുത്തരൂത്തങ്ങൾ പറഞ്ഞാൽ പറയോ, അതൊരു 3 വട്ടം ദിക്ർ ചൊല്ലിയിട്ട് ഉറക്ക ചൊല്ലിയിട്ട് കിടന്നാൽ മതി. എന്നാ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല.
ഈ സ്റ്റേജുമ്മലുള്ളതിനേക്കാൾ ഉഷാറുള്ള ആളുകൾ ഈ സദസ്സിലുണ്ടാവും. ഒരാളെ പറ്റിയും ഒരു കുറ്റവും പറയാതെ നല്ല നിലക്ക് ജീവിക്കുന്ന ആളുകൾ എത്രയോ ഉണ്ട് അല്ലേ? എത്രയോ ഉണ്ട്. ചിലപ്പോ നമ്മളിങ്ങനെ ഓനെങ്ങനെ ഇടങ്ങേറാക്കും, ഓനെങ്ങനെ ഇട്ട് ഇറങ്ങേറാക്കും, ഒന്നും മിണ്ടൂല. അപ്പൊ മിണ്ടാതെക്കാന്ന് പറയുമ്പോ പിന്നെ നമ്മൾ ഓന്റെ മേൽക്ക് കയറാൻ പോകും. ചിരലോ ക്ഷമിക്കും നീ ധരിക്കും മൂടന, വില്ലിന്റെ പുറകോട്ടുള്ള മാറ്റം എന്തിനാ. ബഹുമാനപ്പെട്ട താഴവ ഉസ്താദ് പാടി, ചിലരോ ക്ഷമിക്കും നീ ധരിക്കും മൂടന. ചിലരിങ്ങനെ ക്ഷമിച്ചുകൊണ്ടിരിക്കും. ക്ഷമിക്കുന്നത് നാം കാണുമ്പോൾ അവനൊരു പൊട്ടനാണെന്ന് നമ്മൾ മനസ്സിലാക്കും. പക്ഷേ അമ്പും വില്ലും വെക്കുമ്പോൾ എന്തിനാണ് ആ വില്ല് ബേക്കോട്ട് വലിച്ചു പിടിക്കുന്നത്? ശക്തി കൂടാനാണ്. അല്ല, ശക്തി കൂടാനാണ്. അപ്പൊ നമ്മൾ പോയത്തക്കാരനാണെന്ന് പറയുന്ന മനസ്സിലാക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ വലിയ അടുത്തവരായിരിക്കും. അതുകൊണ്ട് അത്തരക്കാരാകുന്ന ആളുകളെ നന്നായി പേടിക്കണം. അവരൊക്കെ ഈ മജ്‌ലിസിലുണ്ട്. ആരും മൈൻഡ് ചെയ്യാത്ത ആളുകൾ നമ്മളെ സദസ്സിലുണ്ടാകും. അത്തരക്കാരാകുന്ന ആളുകളൊക്കെ ആമീൻ പറയുമ്പോ നമ്മളെ ദുആ അല്ലാഹു കബൂലാക്കും. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് നമ്മൾ പൊരുത്തപ്പിടിച്ച് നമ്മൾ നന്നാവ് തന്നെ. അതിന് പ്രധാനമായി നന്നാവൽ തന്നെ. കുറേ നിസ്കരിക്കും, കുറേ ദിക്റ് ചൊല്ലും, കുറേ സിയാറത്ത് ചെയ്യും. ഇതൊന്നും പോരാ. ഇതിൻ്റെയൊക്കെ മുമ്പ് നമ്മൾ അസ്ല് റെഡിയാവും. ഈ അസ്ല് റെഡിയാവാതെ ഒരു ദിക്റിലും കാര്യമില്ല, ഒരു സ്വലാത്തിലും കാര്യമില്ല. അതാരായാലും ശരി. അതുകൊണ്ട് നമ്മൾ ഓനോട് ചെന്നിട്ട് പറയടാ, ഞാൻ എന്നെ പറ്റി പറഞ്ഞിട്ട് പൊരുത്തപ്പെട്ടളാം, ഞാൻ എന്നെ പറ്റി ഒറ്റക്ക് പോയാൽ മതി, ആരും കാണണ്ട. അമ്മായിമ്മ മരുമകളോട്, മരുമകൾ അമ്മായിമ്മനോട്, മക്കൾ ചിലപ്പോൾ വാപ്പനോട്, വാപ്പ മക്കളോടൊക്കെ പറയേണ്ടി വരും. മക്കളെ കുറിച്ച് ഇങ്ങനെ എൻ്റെ മക്കൾ അങ്ങനെയാണ്, മക്കൾ എങ്ങനെയാണ്, പള്ളിയിലെ മോലിയരെ പറ്റി അല്ലേ. ഇപ്പൊ കമ്മിറ്റിക്കാരൊക്കെ ചിലപ്പോൾ കൂടുതൽ ഓല ലോറ് അസറൊക്കെ കമ്മിറ്റി പള്ളിയിലെ ഖത്തീബിന് തന്നെ കൊടുക്കേണ്ടി വരും. കാരണം ഓൽക്കൊക്കെ കൂട്ടിക്കീച്ചരുമ്പോ ഒന്നും ഉണ്ടാവില്ല. ഭയങ്കര സംഭവമല്ലേ ഇത് കൂട്ടിക്കീച്ചരുമ്പോ ഒന്നും ഉണ്ടാവില്ല. മുഫ്ലിസ് എന്ന് പറഞ്ഞൊരു പദമുണ്ട്. മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തുലഞ്ഞവനെന്നാണ്. അപ്പൊ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, ആരാണ് മുഫ്ലിസ്? മഹ്ശറിൽ വരുമ്പോ ആരാണ് മുഫ്ലിസ്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, നാളെ മഹ്ശറിൽ വരുമ്പം ദിർഹമും ദീനാറും ഡോളറും പൈസയൊന്നും ഇല്ലാത്തവനല്ല മുഫ്ലിസ്. ആരാ? നാളെ മഹ്ശറിൽ ഹിസാബൊക്കെ ഇങ്ങനെ കഴിഞ്ഞ്, പക്ഷേ നമ്മളെ ഹിസാബ് കഴിഞ്ഞ എങ്ങനെയാണ്? ളുഹർ ഒരാൾക്ക് കൊടുത്ത്, അസർ ഒരാൾക്ക് കൊടുത്ത്, മഗ്രിബ് ഒരാൾക്ക് കൊടുത്തു, ഇശാ ഒരാൾക്ക് കൊടുത്തു, നോമ്പ് ഒരാൾക്ക് കൊടുത്തു, എല്ലാം ഇങ്ങനെ കൊടുത്ത് വീതിച്ചൊക്കെ റെഡിയായി. എല്ലാം റെഡിയായി നിന്ന് അവസാനം ഏതെങ്കിലുമൊക്കെ വയലിന്റെ സദസ്സിലോ വെള്ളിയാഴ്ചയോ ആ ബക്കറ്റ് കിട്ടൊരു 10 ഉറുപ്പിക ഇടല്, അതും കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുമില്ല. പിന്നെ എവിടെങ്കിലും ഒരു ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ആ 1 ഉറുപ്പ്യ അങ്ങോട്ട് പൊന്തി നിന്നീനി, എന്നാ ഓന് സ്വർഗത്തിൽ കിടക്കും. പക്ഷെ സാധനമില്ല. ഓനാണ് മുഫ്ലിസ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ സംഗതി എത്ര ആരെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും? ഇന്നിപ്പോ മഗ്രിബ് ഇശക്ക് കൊടുത്താൽ ചിലപ്പോ കടയിക്കാരപ്പോ, കാരണം നാളത്തെ സുബൈയും കൂടി നിസ്കരിച്ചെങ്കിൽ ഇന്നത്തെ കടം വീടുള്ളൂ. ഇന്ന് കടത്തിലെ വണ്ടി ഓടുന്നത്. കാരണം ഇതാണ് ഇതിന്റെ കറക്റ്റ് വിവരമുള്ളത്. ഈ കറക്റ്റ് വിവരം നമ്മൾ ഉണ്ടാവുമ്പം പിന്നെ നമ്മൾ ഇങ്ങനെ നിന്നിട്ട് എന്താ കാര്യമുള്ളത്? നമ്മൾ ഇതിന്റെ പേരിലൊക്കെ നമ്മളിവിടെ ഒരുമിച്ച് കൂടി നമ്മുടെ ഖൽബ് നമ്മളിത് റെഡിയില്ലാതെ ഈ ഉറൂസ് കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ നന്നാവണം. അതല്ലേ മഹാന്മാരാകുന്ന ആളുകൾ. നമ്മളടുത്തേക്ക് ഹയാത്ത് കാലത്ത് തന്നെ ആരും വരുന്നില്ല, എന്നിട്ടല്ലേ പിന്നെ മരിച്ചിട്ട് വരുന്നു. ഹയാത്ത് കാലത്തേക്ക് തന്നെ വരുന്നില്ല. മരിച്ചിട്ടിയാൽ മതി, എന്തെങ്കിലും ഇവിടെ ഇടങ്ങേറ് ശരിയാവും. ഞങ്ങളെ നാട്ടിലെ ഒരു 8 പേരേക്ക് കറണ്ട് വരുവാണെങ്കിൽ ആ മുമ്പിലുള്ള മയമാക്ക മരിച്ചണം. കാരണം ഈ ചങ്ങായി കൊടുക്കൂല. ഇവന്റെ ഒരു 1/2 മീറ്റർ കിട്ടിയെങ്കിൽ 8 വരേക്ക് കിട്ടുള്ളൂ. അപ്പൊ ഓനെ പറ്റി മരിച്ചു എന്ന് കേട്ടാ നമ്മളെന്താ പറയാ? ഇന്നാലില്ല ഇല്ല, അല്ല ആദ്യം മെല്ലെ ഓർക്ക അൽഹംദുലില്ലാ എന്ന് പറയാം. കാരണം 8 വരേക്ക് കറണ്ട് കിട്ടുക. പിന്നെ ഇന്നാലില്ല പറയാം. ആദ്യം അള്ളാനെ സ്തുതിക്കും, കാരണം 8 വരേക്ക് വരികയല്ലേ. ഇതിപ്പോ നമ്മളെ പണിയാണോ അല്ലേ? അപ്പൊ എല്ലാവരും ഇൻഷാ അല്ലാഹ് എനിക്കിങ്ങോട്ട് പറയാൻ, റമദാനൊക്കെ കഴിഞ്ഞ് ശവ്വാലിലപ്പം നമ്മളുള്ളത്.
ഈ ശവ്വാൽ മാസത്തിൽ നമുക്ക് ഇനിയും ഇത് റെഡിയാവാൻ കഴിയണില്ലെങ്കിൽ, നമ്മുടെ കൽബ് റെഡിയാൻ കഴിയണമെങ്കിൽ നമുക്ക് ഒരു കാര്യമില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ പൊരുത്തപ്പെടിക്കാനുള്ള ആളുകൾ ആരാ? നമ്മളെ ഭാര്യമാരോട്. ഏറ്റവും കൂടുതൽ നമ്മൾ പൊരുത്തപ്പെടിക്കാനുള്ള ആളുകൾ നമ്മൾ ഭാര്യമാരോടാണ്. റിട്ടൺ ഇല്ലാതെ ചീത്ത പറഞ്ഞതുപോലെയാണ്. ഓലൊന്നും ഇങ്ങോട്ട് പറയൂലല്ലോ. കണ്ണൂർക്കാരായതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങോട്ട് പ്രതീക്ഷിക്കാം അല്ലേ? ഇതിവിടെ ആ പേര് തന്നെ താമസിക്കല് അറയായതുകൊണ്ട് അറിയുന്ന ഓരോ കുത്തൊക്കെ കിട്ടും പെണ്ണുങ്ങളത്. നാളെ ഞാൻ കണ്ണൂർ പ്രസംഗിക്കാൻ പറഞ്ഞു, തങ്ങൾ പാപ്പ നിങ്ങള് നമ്മളെ പെണ്ണുങ്ങള് ഇവിടുത്തെ പെണ്ണുങ്ങള് മലപ്പുറത്തെ പെണ്ണുങ്ങളെ മാതിരി അല്ലെങ്കിലും ഇവർക്ക് വേറെ സ്വഭാവമുണ്ട്. ഏട്ടൻ പുയ്യാപ്പൾക്ക് കാറുണ്ടെങ്കിൽ അഞ്ചൻ പുതിയാപ്പൾക്ക് കാറില്ലെങ്കിൽ അഞ്ചൻ പുയ്യാപ്പളുടെ പെണ്ണുങ്ങൾ ഒരു സുഖം കൊടുക്കൂല. നിങ്ങൾ എന്തെത്തിനാ മെഞ്ച പറ്റുക? അയാൾ ലോൺ എടുത്തിട്ട് ഇപ്പൊ ജാഗോറും ഒക്കെ വാങ്ങിയിട്ടുണ്ട്, ബെൻസൊക്കെ. ഓലമ്പല് പൊടിച്ചിക്കണമെങ്കിൽ ഒരു ഇന്നോവെങ്കിലും നിങ്ങൾ വാങ്ങണ്ടേ? പിന്നെ എന്തെത്തിനാ നിങ്ങൾ പറ്റുക? എൻ്റെ ഏട്ടൻ പുലിയാപ്പള നല്ല ഉഷാറാണ്. നമുക്ക് ഒന്നാച്ച് ഓളപ്പണ പോയി കടന്നോ എന്ന് ഓൻ്റെ പണ പോയി കടന്നോ എന്നൊക്കെ പറയാൻ തോന്നും. നമുക്ക് ചിലപ്പോൾ കടക്കും ചെയ്യും. പിന്നെ അതുകൊണ്ട് പറയാൻ പറ്റൂല ഇപ്പോഴത്തെ കാലം. ഇങ്ങനെ ഇടങ്ങേറാക്കുന്ന ആളുകളുണ്ടാവും. എന്തായാലും ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടൊക്കെ പൊരുത്തപ്പെടി നന്നാണം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ വയസ്സിൻ്റെ ഇടയിൽ ഹജ്ജിന് പോയപ്പോ ഉംറക്ക് പോയപ്പോഴോ ഒരു റമദാൻ മാസമായപ്പോഴോ പെണ്ണുങ്ങളോട് പൊരുത്തപ്പെടിച്ച ആളുകൾ, ഇല്ലെങ്കിൽ പെണ്ണുങ്ങള് പുതിയാപ്പിളാരോട് പൊരുത്തപ്പെടിച്ച ആളുകൾ എത്ര ആളുണ്ട്? ഇവിടെ നിന്ന് കൈപ്പൊക്കാൻ പറഞ്ഞ കൈപ്പൊക്കണ്ട, വാട്സപ്പിൽ പൊക്കണ പൊക്കിയാൽ മതി. ഇതൊക്കെ നമ്മളിങ്ങനെ പറയുള്ളൂ. ഇപ്പൊ ഹജ്ജിന് പോകുമ്പോഴും നമ്മളെല്ലാവരും പൊരുത്തപ്പെടി കുയ്മന്തിയൊക്കെ വെച്ച് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവരും പൊരുത്തപ്പെടാൻ പറയും. പൊരുത്തപ്പെടുന്നുണ്ടോ ഇല്ല എന്നുള്ള കണ്ട് കുയ്മന്തിയാണ് പോയി കിട്ടും. അല്ലാതെ നിങ്ങളെല്ലാവരും പൊരുത്തപ്പെടണോ പറയും. ആര് പൊരുത്തപ്പെടുന്നു? ഒരു മയ്യത്ത് നിസ്കാരം നടക്കുമ്പോ ആ മയ്യത്ത് നിസ്കാരത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു പ്രസംഗമുണ്ട് മൂലർക്ക്. ഈ കിടക്കുന്ന ജനാസ അബൂബക്കർ ഹാജിയുടെ ജനാസയാണ്, അതല്ലെങ്കിൽ ഫാത്തിമ ഹജ്ജുമയുടെ ജനാസയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും ഈ ഒരു അവസ്ഥ വരാനുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ പരലോക ഗുണത്തിന് വേണ്ടി എല്ലാവരും പൊരുത്തപ്പെട്ടു കൊടുക്കണം. സാമ്പത്തികമായി വല്ല ഇടപാടുമുണ്ടെങ്കിൽ മകൻ പോക്കരുമായി ഇടപെടേണ്ടതാണ്. അത് ഇവിടെ എല്ലാ അനൗൺസ്മെന്റ് ഇല്ലേ? ഉണ്ട്. അത് സമസ്ത അംഗീകരിച്ച അത് തർക്കമല്ലേ? ആ അനൗൺസ്മെന്റിൽ തർക്കമില്ലേ? അതിൽ റെഡിയാണ്. സുബ്ഹാനല്ലാഹ്. ഇത് പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും ഒരാള് ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തുകിടെന്ന് പറഞ്ഞു കിടക്കണം. അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ ആലോചിക്കാനാ പറയണേ. നീട്ടിയൊന്നും പാട്ടൊന്നും പാടാനൊന്നും എനിക്ക് അറിയൂല. എന്റെ വേദന ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ഒരെണ്ണ കേട്ടാൽ മതി. ആരെങ്കിലും ഒരാള് അങ്ങനെ മയമാക്കാക്ക് ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ടെന്ന് മയ്യത്ത് നിസ്കാരത്തിന്റെ മുമ്പിൽ അവൻ പറഞ്ഞ ആളുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് ഒറ്റയൊന്നും ഉണ്ടാവില്ല അവിടെ. കേൾക്കാൻ എല്ലാവരും കേട്ടുണ്ടോ? കേട്ടോണ്ട് പൊരുത്തപ്പെടലാവോ? കേട്ടോണ്ട് പൊരുത്തപ്പെടലാവോ? ഇപ്പൊ നമ്മളെ അമ്മോശാക്ക, നമ്മളെ ഭാര്യയുടെ ഉപ്പ നമ്മളെ പെണ്ണുങ്ങളെ ഏൽപ്പിച്ച നമ്മ അങ്കഹത്തുക ബിൻതി ഫാത്തിമ അലാമ അമറല്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടായത് കൊണ്ട് എന്റെ മകൾ ഫാത്തിമയെ അന്നെ ഞാൻ ഏൽപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ തൊള്ളിക്ക് നോക്കി ഇങ്ങനെ നിന്നങ്ങനെ ഉണ്ടാവും. കബിൽത്ത് പറയാതെ തൽക്കാലം പുതുക്കിറങ്ങും. അവിടെ ഇറയാണ് കുത്തിർക്കേണ്ടി വരും. അപ്പൊ കബിൽത്തു എന്ന് പറയണം. ഈ കബിൽത്തു എന്ന് പറയുമ്പോഴാണ് വിഷയം നടക്കുള്ളൂ. എന്നതുപോലെ പൊരുത്തപ്പെടാൻ പറയുമ്പോ അങ്ങനെ നോക്കിങ്ങനെ നോക്കി നിന്നാൽ പൊരുത്തപ്പെടലാവൂല. അതുകൊണ്ട് എല്ലാവരും നാളെ ഖബർസ്ഥാനിൽ പോയിട്ട് അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അല്ലാഹു ഉദ്ദേശിച്ച നാളെ ഞാൻ നിങ്ങളൊപ്പം ഉണ്ടാവും, അള്ളാഹിന്റെ രക്ഷ നിങ്ങൾക്ക് ഉണ്ടാട്ടെ എന്ന് പറഞ്ഞിട്ട് പറയും. ഞങ്ങൾക്ക് എല്ലാം പൊരുത്തപ്പെട്ട് നിൽക്കണം. മുത്തനൂർ തങ്ങൾ വന്ന് അത് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ സംഗതി അങ്ങനെ ഒരു സംഭവം പൊരുത്തം കിട്ടി. മറ്റേ മയ്യത്ത് നിസ്കാരത്തിനെ കൊണ്ട് എനിക്ക് ഞാൻ പൊരുത്തം തന്നിട്ടില്ല. ഞോനെ കൊണ്ട് എന്തായാലും നമുക്ക് ഉദ്യോഗമല്ലോ, പിന്നെ എന്തിനാ കൊടുക്കാതെ? ചിലര് മരിച്ചാലും പൊരുത്തപ്പെടൂല. അറിയാൻ എൻ്റെ വിഷയം മരിച്ചാലും പൊരുത്തപ്പെടൂല. അതുകൊണ്ട് എല്ലാവരും പൊരുത്തപ്പെടിക്കണം. അതാണ് ഒരു മുഅ്മിനായ ഒരു മനുഷ്യൻ. അവനാ മുഅ്മിൻ. തസാമുഹ ചെയ്യാൻ ഒരാൾ പൊരുത്തപ്പെടിക്കാൻ വരുമ്പോ നമുക്ക് എന്ത് ചെയ്യും വേണം? അത് പൊരുത്തപ്പെട്ട് കൊടുക്കാനുള്ള മനസ്സും നമുക്ക് വരണം. അത് നല്ല മനസ്സുള്ള ആളുകൾ അറബികളാണ്. നല്ല മനസ്സുള്ള ആളുകൾ അറബികളാണ്. ഒരുണ്ടല്ലോ നിങ്ങൾ എത്ര കച്ചറ കൂടിയാലും ഒരു അങ്ങോട്ട് പോകും. ഇന്നാള് ഒരു മലയാളിന്റെ കടയിൽ ഒരു അറബി ഇങ്ങനെ മേൽന്നിങ്ങനെ നോക്കുമ്പോ ഓന്റെ ഒരു ബക്കാലുണ്ട്, ചെറിയ ഒരു ബക്കാല, ഒരു പലർക്കട. അപ്പൊ ഓന്റെ കുട്ടിക്ക് മദ്രസയിൽ പോകണം. അപ്പൊ അങ്ങനെ ഇറങ്ങി വന്ന് അസ്സലാമു അലൈക്കും സബാഅൽ ഖൈർ സബാഹൻ നൂർ
മറുപടി പറഞ്ഞു, വഅലൈക്കും അസ്സലാം കൈഫ ഹാലക യാ മുഹമ്മദ് അൽഹംദുലില്ലാഹ് തയ്യിബ് കൈഫ് ബിസൂറ അൽഹംദുലില്ലാഹ് കൈഫ് ശുഗ്ൽ തമാം അൽഹംദുലില്ലാഹ് കൈഫ് ബാബ അൽഹംദുലില്ലാഹ്. പിന്നെ ചോദിച്ചു, യാ മുഹമ്മദ് ആതീനി ബിരിയാൽ മോയ, ഒറിയാൽ വെള്ളം കൊണ്ട്. ഇന്ദി നുസ് ഹലാല ബസ്, എൻ്റെ അടുത്ത് 50 ഹലാല മാത്രമേ ഉള്ളൂ. എൻ്റെ അടുത്ത് 50 ഹലാല മാത്രമേ ഉള്ളൂ. 50 പൈസ ഉള്ളൂ, അതുകൊണ്ട് 1 റിയാലിൻ്റെ വെള്ളം വേണം. എൻ്റെ കുട്ടി മദ്രസയ്ക്ക് പോകാൻ ഇപ്പോൾ ബസ് വരും. ഇനി പൈസ എടുത്തുകൊണ്ടിരുന്നെങ്കിൽ ATM കാർഡ് എടുത്ത് പോകണം, അതിന് സമയവുമില്ല, വണ്ടി ഇപ്പോൾ വരും. അപ്പോൾ ഈ മലയാളി പറഞ്ഞു, ലാ ഇൻത അവ്വലു സബൂൻ യാ മുഹമ്മദ്, ഈ ആദ്യത്തെ കസ്റ്റമറാണ്, അതുകൊണ്ട് ഞാൻ എനിക്ക് തരൂല. അപ്പൊ ലാ അല്ലാഹ് ഖല്ലിക് ആതിനി മുഹമ്മദ്, അള്ളാനെ വിചാരിച്ചു കൊണ്ട, ലാ ഈ ആദ്യത്തെ കസ്റ്റമറാണ്, അനക്ക് ഞാൻ കടം തന്നു മൊത്തം കടയിക്കാരൻ. ഇൻത അവ്വലു സബൂ എന്നൊക്കെ പറഞ്ഞാൽ ഗൾഫിൽ അറബി പറഞ്ഞാട്ടോ. ഈ മൂല്യമാര് ഞാൻ അതിന് അർത്ഥം വെക്കാൻ നിൽക്കണ്ട, ഓൽക്കൊന്നും തിരിയൂല. ഓലിങ്ങനെ അമ്രഹാദുർ അമ്രവായിബൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേന് ഓല് അറബികൾ പോയിട്ടുണ്ടാവും അല്ലേ. നമ്മളെ പള്ളിയിലെ ഖത്തീബ് നല്ല ഉഷാറാണ്, മൂപ്പരപ്പം നമ്മൾ നാളെ ഗൾഫ് പറഞ്ഞു വെച്ചാൽ അറബികൾ പറയും ഫാൻ യാ മുഹമ്മദ്. അപ്പൊ ഉസ്താദ് ഇങ്ങനെ പള്ളിയിലെ മേലേക്ക് ഫാൻ നോക്കണായിരിക്കും, നോക്കും. ഫാനല്ല പറഞ്ഞ് ഫഅൈന എന്നുള്ളതിന് ഫാൻ അല്ല, അയ്യു ഷൈഇൻ വഹാദ എന്നുള്ളതിന് യശാദ. നമ്മൾ അയ്യു ഷൈഇൻ വഹാദ എന്നൊക്കെ പറയുമ്പോൾ ഓല അപ്പുറത്തെ കടയിൽ പോയി ഷവർമ വാങ്ങി പോകും. അപ്പൊ മുതലാളി പറയും, ഈ മൂലയിലൊക്കെ ഉഷാർ തന്നെയാണ്, ഇയാൾ അറബി ഉഷാർ തന്നെ, പക്ഷെ സംഗതി പറ്റൂല, ആള് ഫസ്റ്റ് പണി ഫസ്റ്റ്, നാളെ പണിക്ക് വരണ്ടാറില്ല ഒരു മുതലാളി എന്ന മാതിരി പറയും. അപ്പൊ ഈ അറബി ചോദിച്ചു, ഒരിക്കലും ഇതിൽ ആദ്യത്തെ കസ്റ്റമർ ആണെന്നുകൊണ്ട് കടം തരൂല. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനായി, രണ്ടാളും വർത്താനം പറഞ്ഞ് രണ്ടാളും തമ്മിൽ അടിയായി. സുബ്ഹാനല്ലാഹ്, 50 പൈസക്ക് അടിച്ചിന്. അടി നടന്നു, പോലീസ് വന്നു, കട പൂട്ടി, രണ്ടുപേരും കൊണ്ടുപോയി. അറബി അപ്പൊ തന്നെ ഇറങ്ങി പോന്നു. മലയാളി നമ്മളെ കണ്ണൂർക്കാരൻ അവിടെ തന്നെ, ഓൻ അവിടെ അറയി കുത്തിറക്കണമാതിരി ഒരു അറയും കൊടുത്ത്, കണ്ണൂർക്കാരനായതുകൊണ്ട് പ്രത്യേക ഒരു അറയും കൊടുത്ത്, കല്ലുമ്മക്കായി കിട്ടൂല എന്നുള്ളു. അങ്ങനെ സുബ്ഹാനല്ലാഹ് അവിടെ കൊണ്ടുപോയി നിർത്തി. പക്ഷേ ഓന്റെ അറബി ജിസാനിലൊരു കാട്ടില. ഓൻ അവിടുന്ന് ഇറങ്ങി വന്നപ്പോ 3 ദിവസം കഴിഞ്ഞ്. അങ്ങനെ ഓനൊക്കെ വിട്ടുകൊണ്ടുപോയപ്പോത്തിന് കട തുറക്കാൻ പോയപ്പോത്തിന് അൽമറായിന്റെ ഡേറ്റ് കഴിഞ്ഞാണ്. പാലിന്റെ ഖിയാറ് കേടുന്നു, തക്കാളി കേടുന്നു, സുബ്ഹാനല്ലാഹ് ബിസ്ക്കറ്റിന്റെ ഡേറ്റ് കഴിഞ്ഞാണ്. നോക്കുമ്പോ കണക്ക് കൂട്ടിക്കുമ്പോ 1700 റിയാലിന് നഷ്ടം. അങ്ങനെ തന്നെ ഉണ്ട്. ആകെ 50 പൈസ കേട്ടോ. നമ്മളെ മനസ്സിന്റെ ഒരു കട്ടിയോണ്ട് ഉണ്ടായത് 50 പൈസക്ക് ഒരു അഫൂവ് ചെയ്യാത്തത് കൊണ്ട് ഓന് കൊടുത്ത നഷ്ടം 1700 നട നഷ്ടപ്പെട്ട. 3 ദിവസത്തെ കച്ചവടം പോയത് വേറെ. ഏതായാലും 3 ദിവസം കഴിഞ്ഞ് ഓനിങ്ങനെ വന്ന് കടയൊക്കെ തുറന്ന് ഇങ്ങനെ ഈ കേടെന്നൊക്കെ ഇങ്ങനെ പൊറുക്കി പുറത്തേക്ക് ഇടുമ്പോ പിന്നെ ഈ അറബി ഈ ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോ ആ കട തുറന്നിക്കണല്ലോ മുഹമ്മദ്, എന്നാ പോയി നോക്ക, ഓന് ഒരു ജ്യൂസ് ഹോപ്പ സീറോ വാങ്ങണം. അപ്പൊ ചെന്ന് അസ്സലാമു അലൈക്കും കൈഫ ഹാലക യാ മുഹമ്മദ് കൈഫ അഖ്ബാറുക് കൈഫ് ബാബ കൈഫ് മാമ കൈഫ് ശുഗ്ൽ തമാം അൽഹംദുലില്ലാഹ് ആതിനി ബിരിയാൽ മോയ. പടച്ചോനായ റബ്ബേ, മിഞ്ഞാന്ന് കച്ചറുണ്ടാക്കി പോയ ചങ്ങായി പറ അള്ളാന്റെ രക്ഷ എനക്കുണ്ടാട്ടെ. എത്ത ബാപ്പന്റെ വർത്താനം, എത്ത ഉമ്മന്റെ വർത്താനം, എന്താ ചങ്ങായിമാരെ വർത്താനം, പെണ്ണുങ്ങളെ വർത്താനൊക്കെ റാഹത്തന്നല്ലേ, ഊറിയാൽ വെള്ളം കാട്ടിക്കാൻ. അപ്പൊ ഇയാളിങ്ങനെ കരുതി പഠിച്ചതിന് 3 ദിവസം മുമ്പ് ചങ്ങായി കച്ചറുണ്ടാക്കിയ ആളല്ലേ. ഇവര് ഇരട്ട കുട്ടികളൊക്കെ ഉണ്ടോ? ഇവര് ഇരട്ട കുട്ടികളൊക്കെ ഉണ്ടോ? ഇവര് ടിൻസ് ആണോ? ഇല്ല. 3 ദിവസം മുമ്പ് കച്ചറ കൂടി ജയിലിലാക്കിയ അറബിയാണ് വീണ്ടും കടയിൽ വന്ന് അസ്സലാമു അലൈക്കും അടാ എന്ന് പറഞ്ഞത്. ഇത് നമുക്ക് തോന്നുമോ? ഇത് മലയാളികളാകുന്ന നമുക്ക് തോന്നുമോ? എവിടെ തോന്നണ്? നമ്മളിഞ്ഞ് ഒരാളോട് നന്നായാൽ തന്നെ എങ്ങനെയാ പറയാ? നിങ്ങൾ കാര്യം എന്തായാലും അഹമ്മദ് ഉസാറേനി ഒരു കുളത്തുണ്ടാവുകയാണ്, ഒരു കുളത്ത് കാര്യം എന്തായാലും പറഞ്ഞ ഒരു കുളത്താ. മരിച്ചാലും അങ്ങനെ തന്നെ പറയുള്ളൂ. ഒരാൾ നല്ല ആളാന്ന് നമ്മൾ പറയൂല, നമ്മളെ കൽബിന്റെ മോശമാണ്. അപ്പൊ നമ്മളെ കൽബ് നന്നാവാൻ ഇതുപോലെയുള്ള മക്കാമുകളും സിയാറത്തുകളൊക്കെ ചെയ്ത് ഇവിടെ ഉറൂസൊക്കെ കഴിഞ്ഞ് പോകുമ്പോ അൽഹംദുലില്ലാഹ് നമ്മളെ കൽബിന് മാറ്റം വരണം. ഇപ്പൊ 3 ദിവസം പയത് കേട്ട് നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടായത്? ചോറുണ്ടായിരുന്നു അവിടെ ഒന്നും?
ചോറില്ല, ഒറ്റ ദിവസമുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം നിങ്ങൾക്ക് വെറുതെ ഈ ചൂടത്ത് കുത്തണം, അത്ര വേഗമാണ് നീച്ചു പോയിക്കോട്ടെ. അല്ലെങ്കിൽ ആലോചിച്ച വെറുതെ സമയം കഴിഞ്ഞ കാര്യമില്ലല്ലോ. നമ്മൾ എത്ര ഒരു കാര്യമില്ല. ഞങ്ങൾ 4 ദിവസം വേദ കേട്ട് അല്ലേ? എത്ര ദിവസം? 4 ദിവസം. എത്ര? കമാലുദ്ദീൻ ഫൈസി, അള്ളാഹ് ശംസുദ്ദീൻ ലത്തീഫി, മഅറൂഫ് സഖാഫി, ഹാഫിദ് ഷഫീഖ് ഫാദിലി, അബ്ദുൽ അസീസ് മുസ്ലിയാർ. അതാരാ ഇന്ന് വേദ പറഞ്ഞു? മൂപ്പര വേദവും ഇന്ന് മുത്തരൂ തങ്ങളെ വേദവും, ഇനി നാളെ ഒരു പാട്ടും വൃത്തിയായി സമാപനായി. ഇത് ബന്നോൽക്കൊക്കെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിച്ചറിയില്ല. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് പടച്ചോനെ എനിക്കിപ്പോൾ എന്തേ കിട്ടിയേ? ഞാൻ ഇപ്പം 4-5 ദിവസം ഇവിടേക്ക് വന്നീനല്ലോ. ഞാൻ ഈ ഫോട്ടോക്ക് ഒരു സെൽഫി എടുത്തുകൊണ്ട് ആർക്കെങ്കിലും അയച്ചു കൊടുത്തെങ്കിൽ അത് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ നല്ല വെളിച്ചം കിട്ടണമെങ്കിൽ കാസർഗോഡ് ഉറൂസിന് പോകണം, എന്നെങ്കിൽ നല്ല വെളിച്ചം കിട്ടണം. 3 കോടിക്ക് ലൈറ്റ് എത്തണം, 2 കോടിക്ക് ലൈറ്റ് എത്തണം, 1 കോടിക്ക് ലൈറ്റ് എത്തണം. ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തും. ഇതേപോലെ കൽബിലുണ്ട് ഒരു ലൈറ്റ് LED കത്താൻ. ഈ LED കത്തുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ ഇൻഷാ അള്ളാഹ് ഇന്ന് നിങ്ങൾ പോകുമ്പോൾ ആദ്യം തന്നെ നമ്മൾ സലാം പറഞ്ഞു, ഇൻഷാ അള്ളാഹ് ഇന്ന് മുതൽ ഞാൻ നന്നാട്ടെ. ഇന്നിപ്പോ സുബഹിസ്കരിക്കാത്ത ആളുകൾ ഇതിലുണ്ടാവും. ഇന്ന് സുബഹിസ്കരിക്കാത്തൊരു കയ്യന്തിക്കാൻ പറഞ്ഞാൽ നിസ്കരിച്ചവരോട് കയ്യന്തിക്കാൻ പറഞ്ഞാൽ മതി, അപ്പോൾ തീരും. പക്ഷെ ആരും പൊക്കണ്ട. റെഡിക്കാലോചിച്ച് നോക്കി, ഇന്നലെ പിന്നെ സുബഹിസ്കരിക്കാത്തവരോടെ ഉണ്ടാവും, ജീവിതത്തിൽ നിസ്കരിക്കാത്തവരും ഉണ്ടാവും. ഓലൊക്കെ റെഡി അവിടെ ഹാദർ. അപ്പോഴും പ്രശ്നം എന്താ ഉസ്താദെ? ഭയങ്കര പ്രശ്നമാണ്. എന്താണ് പ്രശ്നം? എന്താണെന്നറിയില്ല. ഒരു കച്ചവടം ശരിയാവണില്ല. കുവൈത്തേക്ക് 4 വട്ടം പോയി നോക്കി, ബഹ്റൈക്ക് ഒരു 7 വട്ടം പോയി നോക്കി, ദുബായിക്കാണെങ്കിൽ വിസിറ്റിംഗ് വിസൊക്കെ പോയി ഇപ്പൊ പാസ്പോർട്ടിൽ കുത്താൻ സ്ഥലമില്ല. പിന്നെ ഈ ഗേറ്റ് ആയതുകൊണ്ടാണ് പോവാണ് അല്ലേ? എത്ര എണ്ണം പോയി നോക്കി, പൊരപ്പണി തീരണില്ല. പൊരൊക്കെ നല്ല ഉഷാറായിട്ട് തറക്കെട്ടിട്ടുണ്ട്, വൃത്തിയിൽ കയറണില്ല. പുതിയാപ്പള്ളി നന്ന് പുതിയണ്ണും നന്ന്, 2 ആളും സുബഹിസ്കരിച്ചില്ല. ഇന്നാള് ഒരു സ്ഥലത്ത് വേദനയപ്പോ ഒരു സ്ഥലത്ത് കയറി, ഞാൻ ഉസ്താദെ ഭക്ഷണത്തിന് പോയി, ആ ഭക്ഷണത്തിന് പോയ പേരക്കാരൻ പുതിയ പൊരൊക്കെ ഉണ്ടാക്കിയത്. അയാൾ പറഞ്ഞു, ഉസ്താദെ ഞാൻ ഒരു പൊര ഉണ്ടാക്കിയാണ്. ആ പൊര ഉണ്ടാക്കി 6 മാസമായിട്ട് ഇവിടെ ഒരു കച്ചവടം നടക്കണില്ല. എന്താണെന്നറിയില്ല, ഭയങ്കര ടെൻഷനിലാണ്. ഒരുപാട് കടമുണ്ട്. എത്ര ഉണ്ടടാ കടം? ഒരു 5 ലക്ഷം രൂപ കടമുണ്ട് ഇപ്പോൾ. അപ്പൊ ഞാൻ ഇതിന്റെ പഴയ കച്ചവടമൊക്കെ നടക്കുമെന്ന് കരുതിയിട്ടാണ് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നത്, അന്ന് തറവാട്ടിലേന് പാപ്പിമാരൊക്കെ കൂടെ ഞാൻ ഈ കടക്ക വാങ്ങി ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഏതോ ഒരു ചികിത്സക്കാരൻ്റെ അടുത്ത് പോയി. അപ്പൊ അയാൾ പറഞ്ഞ്, അയാൾ കണക്ക് വെക്കുന്ന ആളാ. കണക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞ, എൻ്റെ പൊര നടക്കാണ്ട്. പൊരക്ക് 3 അളവുണ്ട്, ഉത്തമം, മധ്യമം, അധമം. അങ്ങനെ 3 അളവുണ്ട്. ഇവിടെ ആരെങ്കിലും ഉണ്ട് അതിൻ്റെ ആളുകൾ? ഉത്തമം, മധ്യമം, അധമം അത്രേ പറഞ്ഞൊരു. ബാക്കിക്ക് വേറെ പൈസ തരണത്, അത്രേ പറയുള്ളൂ. പിന്നെ വേറെ പെണ്ണുങ്ങൾക്ക് കുറെ ഇസ്കാല്. എന്താണെന്നറിയില്ല, ഈ അടുപ്പ് ശരിയായിട്ടില്ല. അടുപ്പ് സാധാരണ പതിയിൽ കിഴക്ക് പടിഞ്ഞാറിലാണ് അടുപ്പുണ്ടാണ്ടി. പക്ഷെ ഈ പെണ്ണിന്റെ അടുപ്പുള്ളത് തെക്ക് കിടക്കില്ല. നിങ്ങളെ അടുപ്പ് എങ്ങട്ടാ? അതിന് കിഴക്ക് പടിഞ്ഞാറ് തീരണ്ട, എങ്ങനെ ഇപ്പൊ തെക്കിടക്ക് തീരുള്ളൂ? 2 വടക്കും തിരിയാത്ത ആളോട് എങ്ങനെ ഉണ്ടാവും? സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒന്നിരിക്കും അടുപ്പിന് കുഴപ്പമില്ലെങ്കിൽ പൊരക്ക്. ഏതായാലും ഇയാൾ വന്ന് അളന്നു നോക്കുമ്പോ ഇത് ഉത്തമത്തിൽ നിന്ന് വിട്ടും ചെയ്തിങ്ങനെ മധ്യമത്തേക്ക് എത്തിയിട്ടില്ല. അപ്പൊ പിന്നെ ഒന്നിരിക്ക കുറച്ച് കൂട്ടണം, എന്നാ പിന്നെ അത് റെഡിയാവും. ഇല്ലെങ്കിൽ കുറച്ച് കുറക്കണം. 2 ആണെങ്കിലും നല്ലോണം LED ബൾബുള്ള ഭാഗമാണ് ഇയാൾ പൊളിച്ചാൻ കാണിച്ചു കൊടുത്തത്. സുബ്ഹാനല്ലാഹ്. LED ബൾബ് തോനുള്ള ഒരു ഭാഗമാണ്, ഈ ഭാഗമാണ് പൊളിച്ചളാറ്. പൊളിച്ചണമെങ്കിൽ 3 ലക്ഷം ചെലവാ. അപ്പൊ 5 3 8 കടായി. നല്ലോണം ആലോചിച്ചോളി, 5 3 8 കടായി. ഇങ്ങനെ ഇവനിങ്ങനെ ആലോചിക്ക. അപ്പൊ അതുകൊണ്ട് ഉസ്താദെ ഞാൻ ഇതും കൂടി ഒന്ന് തീരുമാനമാക്കാനായിരുന്നു നിങ്ങളെ ചോറിന് കൊണ്ടുവന്നത്. ഇന്ന് ഒരാൾ പറഞ്ഞു സങ്കല്പിച്ചോ. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ കരുതി, നല്ല ആളെ ഇപ്പം കണ്ടെത്തിയ. ഞാൻ ചോദിച്ചു അവനോട്, എന്നോട് 2 3 ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പെര പൊളിച്ചതിന് മുമ്പ്. ഈ ഇസ്കാനുള്ള കുറേ ആളുകൾ ഇവിടെ ഉണ്ട്, കുറേ പെണ്ണുങ്ങളുണ്ട്.
അപ്പോൾ ഞാൻ ചോദിച്ചു അവനോട്, ഈ എന്ന് സുബഹിസ്കരിച്ചെന്ന് ചോദിച്ചു. ഇല്ല ഉസ്താദ്, ഇന്ന് ഞാൻ നിസ്കരിച്ചില്ല. ഇന്നലെ നിസ്കരിച്ചിക്കണോ ചോദിച്ചു. ഇന്നലെ നിസ്കരിച്ചില്ല. ഞാൻ നിസ്കരിച്ചിക്കണോ? ഞാൻ നിസ്കരിച്ചില്ല. പിന്നെ എന്ന് നിസ്കരിച്ചത്? ഞാൻ പൊരകൂടലെന്ന് നിസ്കരിച്ചതാണ്, അത് സുബഹിക്ക കൂടിയ. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ അളവ് ഇപ്പോൾ ആരാളൊക്കെ വെച്ചു? അല്ല, ഓനൊന്ന് ഉത്തമത്തേക്ക് എത്തിക്കണല്ലോ. ഇപ്പൊ ഉത്തമത്തിലും അല്ല മധ്യമത്തിലും അല്ല തന്നെ, പിന്നെ പൊരക്ക കേട്. അപ്പൊ എൻ്റെ കേട് പാരാ തീർക്കു വെച്ചു. ആവും ശരിയല്ലോ ഉസ്താദേ. അപ്പൊ ആകെ ഓന് അതിന്റെ മുമ്പ് ചെന്ന് നിസ്കരിച്ചായി. അതിന്റെ മുമ്പ് നിസ്കരിച്ചിട്ടല്ല സുബഹി. ഇവിടെ എത്ര ആളുണ്ടാവും അങ്ങനത്തെ ആളുകൾ? കൈ പൊക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. മെല്ലെ പൊക്കിയോളി, കൽബിൻ്റെ ഉള്ളിൽ കൂടെ. കൽബിൻ്റെ ഉള്ളിൽ കൂടെ മെല്ലെ ഇങ്ങനെ പൊക്കി. പടച്ചോനെ ശരി തന്നെയാ തങ്ങൾ പാപ്പ പറഞ്ഞത്, ഞാൻ ഇപ്പൊ അങ്ങനെ നിസ്കരിച്ചാലൊന്നുമില്ല. നുഈബു സമാനനാ വൽ ഐബു ഫീനാ വമാ ലിസമാനിനാ ഐബുൻ സിവാനാ. കാലങ്ങളെ കുറ്റം പറയും, ദിവസത്തിനെ കുറ്റം പറയും, ആഴ്ചകളെ കുറ്റം പറയും, എല്ലാത്തിനും കുറ്റം പറയും. വൽ ഐബു ഫീനാ, കേട് നമ്മളിലാ. വമാ ലിസമാനിനാ ഐബുൻ സിവാനാ, കാലത്തിനും ദിവസത്തിനൊന്നും ഒരു പരക്കൊന്നും ഒരു കുഴപ്പമല്ല. കുഴപ്പം ഞമ്മക്ക, നമ്മൾ റെഡിയാവുക. നമ്മൾ റെഡിയാവാതെ പിന്നെ എങ്ങനെ റെഡിയാ? ചിലർക്ക് എന്നും പാരാപ്ത. പിന്നെ ചിലവരൊക്കെ നമ്മളൊക്കെ, ഞാനും ചൊവ്വാഴ്ച ഒരു ദിവസം പരിയിലിരിക്കലുണ്ട്. ചൊവ്വാഴ്ച പരിയിലിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ചൊവ്വാഴ്ചക്ക് പ്രത്യേകം ഉണ്ടായിട്ടല്ലത്. അന്ന് കുറ്റിയടിയൊന്നും ഉണ്ടാവില്ല, അന്ന് മുടിയളീച്ചലും ഉണ്ടാവില്ല, അന്ന് ഉമ്രക്കോലും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ അന്ന് പെരി കുത്തറപ്പോ ആളുകൾ തങ്ങന്മാർ ഈ ചൊവ്വാഴ്ച ചികിത്സക്ക് നല്ല ഫളായുള്ള ദിവസമാണ്, വേറെ പണിയൊന്നും ഇല്ലാത്തതൊന്നും അന്ന് കുത്തരണം. അപ്പൊ കുറെ ആളുകൾ വരും. ബന്നാ ഓരോട് പറയും, ഒക്കെ സിഹിറ വരുന്നവർക്കൊക്കെ. ഇവര് സിഹിറായിട്ട് വരിക. നമ്മളത് ഇളയമാന്റെ പേരെക്കുട്ടി ചെയ്തതാന്ന് പറഞ്ഞു കൊടുക്കണം, അപ്പോഴേ റാത്തിട്ടുള്ളൂ. ഞാൻ എനിക്ക് സിഹിറൊന്നുമില്ലോ എന്ന് പറഞ്ഞാൽ ഓന് റാത്തിട്ട് പോയാ. ഇല്ലെങ്കിൽ ഒരു 18 കോയിമുട്ട കൊണ്ടുവരാൻ പറയണം. 2 കരിങ്കോയിൽ ഇയാളതിൻ്റെ ആളാ. എന്തത്തെ കരിങ്കോയി? നിങ്ങളെ കരിങ്കോയിയാണ് പോകുന്നല്ലാത്ത, ഞങ്ങൾക്ക് 2 ആംപ്ലേറ്റ് അടിച്ച. ആദ്യം നിങ്ങൾ ശരിയാകണ്ടേ? കരിങ്കോയും കോയിമുട്ടയും ശരിയായിട്ട് എന്താ കാര്യമുള്ളത്? നിങ്ങൾ ആദ്യം ശരിയായി. ഒരാൾ കോഴിക്കോട്ടേക്കുള്ള ബസ്സിലാണ് കയറിയിട്ട് ഓൻ ദ്വാരക്കാണ്, പടച്ചവനെ എന്നെ പാലക്കാട്ടേക്ക് എത്തിക്കണമേ. എവിടുക്കത്തിന് പാലക്കാട്ടേക്ക്? അത് നിങ്ങൾ കോടപ്പറമ്പ് ഈ മക്കാമിലേക്ക് നിർച്ചയാക്കേണ്ട എത്തുവോ? സുബ്ഹാനല്ലാഹ്, അങ്ങനെ എങ്ങാനും എത്തിയാൽ ഇവിടെ പെരുന്തിരക്കൽ എല്ലിയോടി ബൾബ് ഇഞ്ഞും കൂട്ടേണ്ടി വരും. നിസ്കരിച്ചാനും നാളില്ലെങ്കിലും ബൾബ് കൂടാം. ഈ ബൾബിന്റെ എണ്ണത്തിൽ നിസ്കരിച്ച ആൾ വേണം ഇവിടെ. ആരതിന്റെ സെക്രട്ടറി? ഫാൻ ഓല അള്ളാന്റെ മുമ്പിൽ മസൂല്, അള്ളാന്റെ മുമ്പിൽ മസൂലാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. മാറാല പിടിച്ച് കിടക്കാൻ പള്ളി ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് നല്ല ദർസ് തുടങ്ങണം നമ്മൾ, ഇല്ലെങ്കിൽ അള്ളാന്റെ മുമ്പിൽ നിങ്ങൾ മസൂലാണ്. ഇപ്പൊ പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ കൊല്ലം പറ്റൂലെങ്കിൽ അടുത്ത കൊല്ലം എന്തായാലും തുടങ്ങണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ സെക്രട്ടറി ഇല്ലതിന്? ഇവിടെ സെക്രട്ടറി പോയി വേണ്ട. എന്താ ദർസ് തുടങ്ങാത്ത? എന്ന് തുടങ്ങാ? കൊല്ലം തുടങ്ങോ? ഇല്ലെങ്കിൽ ഇജ്ജാണ് അള്ളാന്റെ മുമ്പിൽ മസൂല് പറയേണ്ടി വരുന്നതൊക്കെ. എത്ര ലക്ഷം റുപ്യ പള്ളിക്ക്? 60 ലക്ഷത്തിന് ഇജ്ജാ മസൂല്. പിന്നെ പ്രസിഡന്റും കൂട്ടിക്കൊണ്ടി കുറച്ച്. ഇത് ആലോചിച്ചാൽ നമുക്കിതൊന്നും വേണ്ടിയിട്ടില്ല. പള്ളിന്റെ സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ ആകാൻ തല്ല എല്ലായിടത്തും. പള്ളിക്ക് തല്ലെടുക്കണ അതിന് തന്നെയാണ് സെക്രട്ടറിയും പ്രസിഡന്റ്. ഉള്ളിൽ അതേ കാരം, പുറത്തും ഇങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കാട്ടും. ഞാൻ കുറേ പോലുണ്ട് ജനറൽബോഡിക്ക്. എനിക്ക് ജനറൽബോഡി നല്ലോണം തിരിയും. കാരണം ഞാൻ 313 മദ്രസ ഉണ്ടാക്കുന്നുണ്ട്. ആ മദ്രസയിൽ 237 മദ്രസ പൂർത്തിയായിട്ടുണ്ട്. ഈ മദ്രസയിലെ ഒന്നിരിക്ക മുഖ്യ രക്ഷാധികാരി ഇല്ലെങ്കിൽ പ്രസിഡന്റാണ്. ഈ 2 ആളും തലയിൽ കൂലിമാലുണ്ടാകുമ്പോഴാണ്. ഈ മുഖ്യ രക്ഷാധികാരിന് എപ്പോഴാ തരിക? കൂലിമാലുണ്ടാവുമ്പോ. പ്രസിഡന്റിനും തരികയില്ല എപ്പോഴാ? കൂലിമാലുണ്ടാവുമ്പോ. നല്ല പേരെ പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. കൂലിമാല് തന്നെ ഞാൻ പ്രസിഡന്റ് ആകണം, സെക്കൻഡാണ്. ഇവിടുന്ന് 10,000 എങ്ങനെ കിട്ടാലോ ഇവിടെ. ശരിക്കും ഇതൊന്നും അറിഞ്ഞാൽ നമ്മൾക്ക് ഇതൊന്നും വേണ്ടി വരൂല. അള്ളാന്റെ മുമ്പിൽ ചോദ്യല്ലേ? പള്ളിന്റെ ഒരു പഴയ ഒരു മരം ഇങ്ങനെ ഇവിടെ കിടക്കുകയാണ്, ഒരു ഓടിങ്ങനെ കിടക്കുകയാണ്. അത് മഴയും വെയിലും ഇങ്ങനെ കൊണ്ട് കിടക്കുകയാണെങ്കിൽ ഇതിന്റെ മസ്ഊല് സെക്രട്ടറിയും പ്രസിഡന്റും ട്രഷററും ഉൾപ്പെടെയുള്ള കമ്മിറ്റി അങ്ങാണ്. ഓരാണ് അതിന്റെ കമ്മിറ്റി. അതിനല്ലേ നമ്മൾ ഓല തെരഞ്ഞെടുത്തിക്കണേ? ഓല തെരഞ്ഞ ഞാൻ ഇതിന് റെഡിയാണ്. അതുകൊണ്ടല്ലേ ഇന്ത്യയുടെ
മന്ത്രിമാരൊക്കെ ഭരിക്കാൻ വേണ്ടി പ്രതിജ്ഞ ചെല്ലുന്ന കണ്ടില്ല നിങ്ങള്? എന്തൊരു മട്ടത്തിലെ ചെല്ലുക. ഒരാൾ ചൊല്ലിക്കൊടുക്കുക. ഓൽക്ക് കിട്ടാത്തോണ്ടാ, ഓൽക്ക് കിട്ടാത്തോണ്ടല്ലത്, ഓൽക്ക് ശരിക്ക് ചൊല്ലിക്കൊടുക്കുന്നു. നല്ല ഉഷാറിൽ നല്ല മട്ടത്തിൽ ഞാൻ ഇതിനൊക്കെ റെഡിയാണ്. ഇന്ത്യയെ നോക്കാനും ഇത് ഇന്ത്യയിൽ ഭരിക്കുന്ന ഉള്ള ആളുകളെയൊക്കെ ഞാൻ നോക്കാനൊക്കെ റെഡിയാണ്. ഏതാപ്പാ ആടുംകുട്ടിയാനൊക്കെ പിടിച്ച് അറക്കാനായി അല്ലേ ഇപ്പൊ അറക്കണേ ഒച്ചപ്പാണ്ടാക്കാം. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഭയങ്കര ഉഷാറിലെ ചെല്ലില് ചെല്ലിട്ട് പിന്നെ കക്കലിങ്ങനെ തുടങ്ങി അങ്ങനെ ഉണ്ടാവും. എങ്ങനെ ഉണ്ടാവും പിന്നെ ആ പ്രതിജ്ഞന്റെ ഉഷാറ് അല്ലേ? എല്ലാത്തിനും റെഡിയാണ്. പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുമ്പോൾ എല്ലാവരും വന്നിട്ടേ ഞങ്ങൾ ഇതിൽ കൂടെ റോഡിട്ട് തരാം, അതിലെ റോഡിട്ട് തരാം, അവിടെ അങ്ങനെ ഉണ്ടാക്കി തരാം, ഇവിടെ കിണറുത്തി തരാം ഒക്കെ പറയും. പിന്നെ ഓല കാണുന്നു, പിന്നെ അടുത്ത 5 കൊല്ലം കഴിഞ്ഞ ഓല കാണും. അങ്ങനത്തെ ഒരു ഭരണാധികാരിയാണെങ്കിൽ അള്ളാഹിനോട് മറുപടി പറയേണ്ടി വരും. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതുപോലെ ഭരിച്ചപ്പം ഓരോ ഉഡായിപ്പ് റോഡുകളിലൂടെയും ചെറിയ ചെറിയ ഗ്രാമങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യും. രാത്രി ആളുകൾ വിഷമം അനുഭവിക്കുന്നുണ്ടോ, പ്രയാസപ്പെടുന്നുണ്ടോ? ആരെങ്കിലൊക്കെ റോട്ടില് MDMന്റെ ടീമൊന്നും അന്നില്ല, ഇന്ന് പിന്നെ MDMന്റെ ടീമാ. ഇന്ന് MDMന് പക്ഷെ ഓലുണ്ടായതുകൊണ്ട് നമുക്ക് നല്ല സുഖമാണ്. റോട്ടുമ്പോൾ വയ്യറിഞ്ഞേരാൻ പോലാണ്. കുറച്ച് ലേസം ഇട്ടിക്കണേ വേണമെങ്കിൽ മുത്തനൂർക്ക് ഉണ്ടാക്കി തരുമല്ലോ. ലേസം കുടിക്കണം. ലേസം പെപ്സി കുടിച്ച ആളുകളാണെങ്കിൽ മുത്തനൂർക്ക് വയ്യ വെച്ചാൽ മുത്തനൂർക്ക് ഞങ്ങൾ ഉണ്ടാക്കി തരാം ഉസ്താദായിരുന്നു. കാരണം ഫുള്ള് വേണ്ടതിന് ആദ്യം ഓലോടുക്കും പോരും. ഇങ്ങനത്തെ കുറെ കൗമുണ്ടാവും. എവിടുന്ന് ശരിയാണ്? എന്നിട്ട് ഇവലൊക്കെ പാടെ കൂടിയിട്ടാണ് ഈ പെരൻ്റെ ഉള്ളിൽ കടന്നുറങ്ങണേ. എവിടുന്നാ പിന്നെ ആ പെരക്കാരനെ കടം വീടുക? എവിടുന്നാ പോര ശരിയാവുക? ശരിയാവൂല. അതാണ് കുഴപ്പം. ഞമ്മളാണ് കുഴപ്പമുള്ളത്. നമ്മൾ റെഡിയാവുക. അപ്പൊ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നല്ല ഉഷാറിൽ നടത്തുന്ന ആളുകളായി വരണം. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വഴിയോരങ്ങളിൽ നടന്നു പോകുമ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് ഒരു വീട്ടിൽ നിന്ന് ഒരു ലൈറ്റ് ഇങ്ങനെ കണ്ട്. ആ ലൈറ്റ് കണ്ടപ്പോ സെക്രട്ടറി കൂടെ ഉണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ സെക്രട്ടറിനോട് പറഞ്ഞ് ആ ലൈറ്റ് കത്തുന്ന പെരൻ്റെ കൊടുക്കുക. രാത്രി 2 മണി 3 മണി സമയത്ത് ഉറങ്ങാതെ നിൽക്കുന്ന ഒരു ഒരു ലൈറ്റ് കത്തുണ്ട്, അങ്ങോട്ട് ഇവിടെ വേണ്ടേ? അങ്ങനെ വിട്ടു. ചെന്നപ്പോ ലൈറ്റ് ഇങ്ങനെ കണ്ടപ്പോ ഓല അവിടെ നിന്ന്. സെക്രട്ടറിയും കൂടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഉമ്മി മകളും സംസാരിക്കണത് കേട്ടെ. എന്താ അമ്മ പറഞ്ഞു? അമ്മ പറഞ്ഞു മോളോട്, മോളെ ആരും കാണൂല, ഇപ്പൊ ആ പാലിക്ക് ലേശം വെള്ളമാണ് ചേർത്തള. പാലിക്ക് വെള്ളം പൈസ ഇല്ലാത്ത കുഴപ്പം നിങ്ങൾക്ക് ഇവിടെ ബൾബ് തോനെ കത്തിച്ചിട്ട് സുബ്ഹാനല്ലാഹ് കൊണ്ടേക്കോളി. കൊല്ലം തോറും നടത്തി ഒരാളുടെ ആണ്ട് തീർച്ചയല്ല നിങ്ങളെ ബക്കറ്റും. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നിക്ക്, വണ്ടി നിർത്ത്, ആ ലൈറ്റ് കത്തുന്ന പൊരയ്ക്ക് വിട്. നോക്കുമ്പോ ഉമ്മ പറയാണ് മകളോട്, മോളെ രാവിലെ കൊടുക്കാനുള്ള പാലാണ്, ആ പാലിക്ക് വെള്ളപ്പ ചേർത്തള, ആരും കാണൂലപ്പോ, അത് വെള്ളം ചേർക്കാൻ പാടിപ്പ. അപ്പൊ ഈ മോള് പറഞ്ഞു ഉമ്മനോട്, ഉമ്മ ഇത് ആളുകളൊക്കെ കടന്നുറങ്ങിയിട്ടുണ്ടെങ്കിലും പടച്ചോ ഉറങ്ങിയിട്ടില്ല, പടച്ചോൻ കാണും. ഈ സംസാരം ഇങ്ങനെ കേൾക്കുകയാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. സെക്രട്ടറിനോട് പറഞ്ഞു, ആ പൊരന്റെ നമ്പർ എഴുതിയ, ആ പൊരന്റെ നമ്പർ എഴുത്, അവിടുത്തെ ഗൂഗിൾ മാപ്പ് അടിക്ക്, അവിടുത്തെ ലൊക്കേഷൻ പിടിച്ചോ. സുബ്ഹാനല്ലാഹ് റെഡിയായി. പിറ്റേന്ന് രാവിലെ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു യാ മലക്, സുബ്ഹാനല്ലാഹ്, ലൊക്കേഷൻ പിറ്റേന്ന് രാവിലെ ഇങ്ങനെ പോയി. എവിടുന്നാ വരുന്നത്? ഞാൻ ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ സെക്രട്ടറിയാണ്, എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ്. എന്തേ കാര്യം? ഒന്നുമില്ല, നിങ്ങളെ മോളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. നാ മോളെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനെ കൊണ്ട് കല്യാണം അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. സുബ്ഹാനല്ലാഹ്. ചെറ്റ കുടിയിൽ പാല് വിറ്റ് താമസിക്കുന്ന ഒരു വീട്ടിലുള്ള ഉമ്മയുടെ മകളെയാണ് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനെ കൊണ്ട് കല്യാണം അന്വേഷിക്കുന്നത്. എന്താ കാരണം? ഒരൊറ്റ നിബന്ധന. കാരണം എന്താ? തഖ്വയുള്ള പെണ്ണാണ്. കാരണം അള്ളാഹു കാണും പാലിൽ ചേർക്കുന്നത്, പാലിൽ വെള്ളം ചേർക്കുന്നത് അള്ളാഹു കാണുമെന്ന് ഉമ്മയോട് പറഞ്ഞു കൊടുത്ത മോളാണ്. ആ മോളെ പരീക്ക് പറ്റിയ മോളാണ്. അതുകൊണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനെ കൊണ്ട് കല്യാണം അന്വേഷിക്കുന്നത് എന്തല്ല, പൈസ അല്ല, പൊരയല്ല, ബിൽഡിംഗ് അല്ല, ഒന്നുമല്ല. നോക്കിയ ദീൻ അഫ്ളു ഫർ ബിദാത്തി ദീൻ. ഇതാണ് നേതാവ്, ഇതാണ് നേതൃത്വം.
ഇവിടെയുള്ള പള്ളി ഉറൂസ് കമ്മിറ്റിയുടെ നേതൃത്വം ഈ രാജ്യത്ത് വീടില്ലാത്ത ആളുകൾ എത്രയുണ്ട്, ഈ മഹല്ലത്തിൽ ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ എത്രയുണ്ട്, കിഡ്നി പേഷ്യന്റ് എത്രയുണ്ട്, വിധവകളാകുന്ന എത്ര ആളുകളുണ്ട്. അത്തരക്കാരാകുന്ന ആളുകളെ ഒരു സർവേ എടുത്തുകൊണ്ട് ഓരോ കൊല്ലം ഉറൂസ് കഴിയുമ്പോൾ അടുത്ത കൊല്ലം ഉറൂസിലേക്ക് ഒരു പദ്ധതി നിങ്ങൾ തയ്യാറാക്കണം. അങ്ങനെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന, നമ്മുടെ നാട്ടിൽ നടന്നുകൊടുക്കുന്ന പ്രശ്നത്തിന് പരിഹാരം കാണണം. അതാണ് മഹാന്മാരാകുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നത്. ചോറ് വക്കലും വളമ്പലും മാത്രമൊന്നല്ല.